ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. അധ്യായം 8 പരമപദപ്രാപ്തി. ശ്ലോകം 1. അർജുന ഉവാച കിം തത് ബ്രഹ്മ കിമധ്യാത്മം കിം കർമ്മ പുരുഷോത്തമാ അധിഭൂതം ച കിം പ്രോക്തം അധിദൈവം കിമുച്യതേ. വിവർത്തനം. അർജുനൻ ചോദിച്ചു, ഹേ പുരുഷോത്തമ, എന്താണ് ബ്രഹ്മം? ആത്മാവ് എന്നാൽ എന്ത്? ഫലോദിഷ്ട കർമ്മം എന്നാൽ എന്ത്? ഭൗതിക പ്രപഞ്ചമെന്നും ദേവന്മാരെന്നും പറയപ്പെടുന്നവ എന്താണ്? ഭാവാർത്ഥം. ഈ അധ്യായത്തിൽ എന്താണ് ബ്രഹ്മം എന്ന് തുടങ്ങിയ അർജുനന്റെ പ്രശ്നങ്ങൾക്ക് ഭഗവാൻ ഉത്തരമരുളുന്നു. കാമ്യകർമ്മം, ഭക്തിപൂർവമായ സേവനം, യോഗതത്വങ്ങൾ, തനിമയാർന്ന ഭഗവത് സേവനം എന്നിവയെക്കുറിച്ച് അദ്ദേഹം പ്രതിപാദിക്കുന്നുണ്ട്. ഇതിൽ പരമമായ നിരപേക്ഷ തത്വത്തെയാണ് ബ്രഹ്മം, പരമാത്മാവ്, ഭഗവാൻ എന്നീ പേരുകളാൽ അറിയപ്പെടുന്നതെന്ന് ശ്രീമദ് ഭാഗവതം പറയുന്നു. ഇതിനു പുറമെ ജീവൻ എന്ന വ്യക്തിഗത ആത്മാവും ബ്രഹ്മമെന്ന് വിളിക്കപ്പെടുന്നു. ശരീരം, മനസ്സ്, ജീവൻ എന്നീ നിലകളിൽ ഉപയോഗിക്കാറുള്ള ആത്മശബ്ദത്തെക്കുറിച്ചും അർജുനന് അറിയാൻ ആഗ്രഹമുണ്ട്. വൈദിക നിഘണ്ടു അനുസരിച്ച് മനസ്സ്, ശരീരം, ജീവൻ, ഇന്ദ്രിയങ്ങൾ ഇവയ്ക്കെല്ലാം ആത്മാവ് എന്ന പേര് അനുയോജ്യമത്രേ. ഇവിടെ അർജുനൻ ഭഗവാനെ പുരുഷോത്തമനെന്നാണ് സംബോധന ചെയ്യുന്നത്. താൻ ചോദിക്കുന്നത് കേവലമൊരു സുഹൃത്തിനോടല്ല, സുനിശ്ചിതമായ ഉത്തരം നൽകാൻ പരമാധികാരമുള്ള മഹാപുരുഷനോടാണെന്ന് വ്യഞ്ചിപ്പിക്കുന്നു ഈ പ്രയോഗം. ശ്ലോകം 2. അധിയജ്ഞഃ കഥം ഗോത ദേഹേസ്മിൻ മധുസൂദന പ്രയാണകാലേ ച കഥം ജ്ഞേയോസി നിയതാത്മഭിഃ. വിവർത്തനം. മധുസൂദന, ആരാണ് യജ്ഞദേവത? ഈ ശരീരത്തിൽ അദ്ദേഹം എങ്ങനെ കുടികൊള്ളുന്നു? ഭക്തിയുത സേവനനിരതരായവർക്ക് മരണവേളയിൽ അങ്ങയെ എങ്ങനെ അറിയാൻ കഴിയും? ഭാവാർത്ഥം. യജ്ഞദേവത ഇന്ദ്രനോ വിഷ്ണുവോ ആകാം. ശിവനും ബ്രഹ്മാവും ഉൾപ്പെടുന്ന ദേവന്മാരുടെ മുഖ്യനാണ് ആദിമദേവനായ വിഷ്ണു. ലോകഭരണ ചുമതല വഹിക്കുന്നവരിൽ പ്രധാനിയാണ് ഇന്ദ്രൻ. യജ്ഞാനുഷ്ഠാനങ്ങളിൽ ഇന്ദ്രനും വിഷ്ണുവും ആരാധിക്കപ്പെടുന്നു. പക്ഷേ ഇവിടെ അർജുനൻ ചോദിക്കുന്നത് ആരാണ് യഥാർത്ഥത്തിൽ യജ്ഞദേവതയെന്നും അവിടുന്ന് ജീവാത്മാവിൻ്റെ ശരീരത്തിൽ കുടികൊള്ളുന്നത് എങ്ങനെയെന്നുമാണ്. കൃഷ്ണൻ പണ്ടൊരിക്കൽ മധു എന്നു പേരുള്ള ഒരു രാക്ഷസനെ വധിച്ചിട്ടുണ്ട്. അതിനാലാണ് അർജുനൻ ഭഗവാനെ മധുസൂദനൻ എന്ന് സംബോധന ചെയ്തത്. വാസ്തവത്തിൽ സന്ദേഹ സൂചകങ്ങളായ ഈ ചോദ്യങ്ങൾ കൃഷ്ണാവബോധമുള്ള ഭക്തനായ അർജുനൻ്റെ മനസ്സിൽ ഉദിക്കാൻ പാടില്ലാത്തതായിരുന്നു. ഈ സംശയങ്ങൾ രാക്ഷസന്മാരെ പോലെയാണ്. രാക്ഷസന്മാരെ കൊല്ലുന്നതിൽ വിദഗ്ധനാണ് കൃഷ്ണൻ. ഇവിടെ അർജുനൻ കൃഷ്ണനെ മധുസൂദന എന്ന് അഭിസംബോധന ചെയ്യുന്നതുകൊണ്ട് തൻ്റെ മനസ്സിലുദിച്ച ആസുരങ്ങളായ സംശയങ്ങളെ കൃഷ്ണൻ നശിപ്പിക്കുമെന്നാണ് അർത്ഥമാക്കുന്നത്. പ്രയാണകാലേ എന്ന പദം ഈ ശ്ലോകത്തിൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു. ജീവിതത്തിൽ ഒരാൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പരീക്ഷിക്കപ്പെടുന്നത് മരണവേളയിലത്രേ. സദാ കൃഷ്ണാവബോധത്തോടെ ജീവിക്കുന്നവർക്ക് ആ സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ അർജുനന് ഉത്കണ്ഠയുണ്ട്. ആ അന്ത്യനിമിഷത്തിൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? മരണസമയത്ത് ശാരീരിക പ്രവർത്തനങ്ങളെല്ലാം തകരാറിലാവുന്നു. മനസ്സും നല്ല നിലയിലല്ല പ്രവർത്തിക്കുന്നത്. ശരീരത്തിൻ്റെ നില ഇങ്ങനെ അസ്വസ്ഥമായിരിക്കെ മനുഷ്യന് ഭഗവത് സ്മരണയുണ്ടാവാൻ പ്രയാസമാണ്. പരമഭക്തനായ കുലശേഖര മഹാരാജാവ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, ഹേ ഭഗവൻ, എനിക്കിപ്പോൾ പൂർണ്ണ ആരോഗ്യമുള്ളതുകൊണ്ട് ഉടൻ തന്നെ മരിക്കുന്നതാണ് ഉത്തമം. എന്നാൽ എൻ്റെ മനസ്സാകുന്ന ഹംസത്തിന് അവിടുത്തെ
പാദപങ്കജങ്ങളിലേക്ക് വഴി തേടാം. ഒരു ജലപക്ഷിയായ ഹംസത്തിന് താമരപ്പൂക്കളിൽ രമിക്കുവാനാണ് താല്പര്യം. അതിനാലാണ് ഈ ആലങ്കാരിക ഭാഷ ഇവിടെ ഉപയോഗിച്ചത്. കുലശേഖര മഹാരാജാവ് വീണ്ടും പറയുന്നു, മനസ്വാസ്ഥ്യവും ശരീരത്തിന് ആരോഗ്യവുമുള്ള ഈ ഘട്ടത്തിൽ ഞാൻ അവിടുത്തെ ചരണകമലങ്ങളെ ചിന്തിച്ചുകൊണ്ട് മരിക്കുകയാണെങ്കിൽ എൻ്റെ ഭക്തിപൂർവമായ സേവനം പൂർണ്ണമാകും. സ്വാഭാവിക മരണത്തെ കാത്തിരിക്കുകയാണെങ്കിലോ എന്തു സംഭവിക്കുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ആ സമയത്ത് ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വിഘ്നം നേരിടുകയും എൻ്റെ കണ്ഠം കഫം കൊണ്ട് നിറയുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ തിരുനാമങ്ങൾ ഉച്ചരിക്കാൻ എനിക്ക് എങ്ങനെയാണ് സാധിക്കുക? അതുകൊണ്ട് ഇപ്പോൾ തന്നെ മരിക്കുന്നതാണ് ഉത്തമം. അത്തരമൊരു സന്ദർഭത്തിൽ കൃഷ്ണൻ്റെ ചരണ കമലങ്ങളിൽ മനസ്സുറപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്നാണ് അർജുനൻ അറിയേണ്ടത്. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.